വെക്കേഷൻ ആഘോഷിക്കാൻ വേണ്ടി കാശ്മീരിലെ പെഹൽഗാമിലെ ബൈസരൻ വാലിയിലേക്ക് എത്തിച്ചേർന്ന ഒരു പറ്റം സഞ്ചാരികൾക്ക് നേർക്ക്, ടൂറിസ്റ്റുകൾക്ക് നേർക്കാണ് വലിയൊരു ഭീകരാക്രമണം ഇക്കഴിഞ്ഞ ദിവസം അരങ്ങേറിയിരിക്കുന്നത്. മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു ആക്രമണം തന്നെയായിരുന്നു ഇത്. നമ്മളേവരെയും സംബന്ധിച്ചിടത്തോളം വലിയൊരു ഞെട്ടലോടുകൂടി തന്നെയാണ് ഈ ഒരു വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ഹൃദയത്തിനേറ്റ വലിയൊരു മുറിവായി ഈ ഒരു കാര്യം മാറിയിരിക്കുകയാണ്. ഈ ഒരു ഭീകരാക്രമണത്തിൽ മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഇവിടെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും പരിശോധിക്കാൻ പോകുന്നത് എന്താണ് സത്യത്തിൽ അവിടെ സംഭവിച്ചത്. ഇത്രയും വലിയധികം സുരക്ഷയോടുകൂടെ കാശ്മീർ മുന്നോട്ടേക്ക് പോകുമ്പോഴും എങ്ങനെയാണ് ഈ ഒരു ഭീകരാക്രമണം അവിടെ അരങ്ങേറിയിട്ടുള്ളത്, അതുപോലെ തന്നെ ആരെല്ലാമാണ് ഇതിന് പുറകിൽ, പാകിസ്ഥാനിലെ ഈ ഒരു വിഷയവുമായിട്ടുള്ള ബന്ധം എന്താണ് ഈ ഒരു ആളുകളുടെ, ഈ തീവ്രവാദികളുടെ മോട്ടീവായിട്ടുള്ളത്, ഇതിൻ്റെ ഭാഗമായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിക്കുക, എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു കാര്യത്തിലേക്ക്, അതും സാധാരണക്കാരെ, ടൂറിസ്റ്റുകളെ ടാർഗറ്റ് ചെയ്യുന്നതിലേക്ക് ഇവർ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മതം എന്നൊരു എലമെൻറ്റ് വലിയ തോതിൽ തന്നെ ഉയർന്നു വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു വിഷയവും ഈ ഒരു വീഡിയോയിൽ നമ്മൾ വിശദമായ രീതിയിൽ തന്നെ സംസാരിക്കുന്നതായിരിക്കും. നമുക്ക് ഏതായാലും എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചതെന്ന കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇക്കഴിഞ്ഞ ദിവസം ഏപ്രിൽ 22-ാം തീയതി സമയം ഏറെക്കുറെ ഉച്ചയ്ക്ക് 1:50 ആകുമ്പോഴാണ് കാര്യങ്ങൾ അരങ്ങേറുന്നത്. കാശ്മീരിലെ പെഹൽഗാമിൽ ഒരുപാടധികം ടൂറിസ്റ്റുകൾ എത്തിച്ചേരുന്ന മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ബൈസരൻ വാലി എന്ന് പറയുന്നത്. ഇക്കഴിഞ്ഞ വർഷം 2024 ഞാനും ഇതേ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡിലുള്ളൊരു സ്ഥലമാണത്. മിനി സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെയാണ് മനോഹരമായിട്ടുള്ള ഈ ഒരു സ്ഥലം അറിയപ്പെടുന്നത്. അപ്പോൾ താഴ്ഭാഗത്ത് നിന്ന് നമ്മൾ കുതിരകളൊക്കെ എടുത്തിട്ട് വേണം മുകളിലേക്ക് എത്താനായിട്ട്. ഏറെക്കുറെ ഒരു 5-6 കിലോമീറ്റേഴ്സോളം നമ്മൾ ട്രെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം പലരും ഇത്തരത്തിൽ കുതിരകളുടെ ഒക്കെ കയറിയിട്ടാണ് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് എത്തിച്ചേരുന്നത്. കഴിഞ്ഞ വർഷം പോയ സമയത്ത് ഞങ്ങളും അത്തരത്തിൽ തന്നെ കുതിരപ്പുറത്തൊക്കെ കയറിയിട്ടാണ് ഈ ഒരു ബൈസരൻ വാലി എന്ന് പറയുന്ന മനോഹര സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ ഒരു പ്രധാനമായിട്ടുള്ള പ്രത്യേകത നമ്മൾ നോക്കുകയാണെങ്കിൽ വിൻ്റർ സമയത്ത് പൂർണ്ണമായിട്ടും മഞ്ഞു മൂടിയ അവസ്ഥയിൽ വളരെയധികം മനോഹരമായ രീതിയിലാണ് ഈ ഒരു പ്രദേശം കാണപ്പെടുന്നതെങ്കിൽ അത് കഴിയുന്നതോട് കൂടിയിട്ട് മഞ്ഞെല്ലാം പോയി പതിയെ പതിയെ പച്ചപ്പെല്ലാം തിരിച്ചു വന്ന് പിന്നെയും മനോഹരമായ ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു പ്രദേശം എത്തിച്ചേർന്നതായിരിക്കും. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ഒരു മിനി സ്വിറ്റ്സർലാൻഡ് എന്ന പേരിൽ ഈ ഒരു പ്രദേശം അറിയപ്പെടുന്നത്. കാശ്മീരിലേക്ക് എത്തിച്ചേരുന്ന ഭൂരിഭാഗം ടൂറിസ്റ്റുകളും എത്തിച്ചേരുന്ന ഒരുപാടധികം ആളുകൾ ഓരോ ദിവസവും, ഒരുപാടധികം ടൂറിസ്റ്റുകൾ ഓരോ ദിവസവും എത്തിച്ചേരുന്ന ഒരു സ്ഥലം കൂടിയാണ് ബൈസരൻ വാലി അല്ലെങ്കിൽ ബൈസരൻ താഴ്വര എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഈ പേര് പോലെ തന്നെ ചുറ്റും ഒരുപാട് വലിയ മലനിരകൾ കൂടെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സ്ഥലത്തിൻ്റെ മനോഹാരിത വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്ന ഒന്ന് തന്നെയാണത്. പക്ഷേ ഇവിടെ ഭീകരർ ഈ ഒരു മലയിൽ നിന്നാണ് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നത്. സമയം ഏറെക്കുറെ 1:50 ആകുമ്പോൾ വളരെയധികം സമാധാനത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെ കാശ്മീരിലേക്ക് എത്തിച്ചേർന്ന, പെഹൽഗാമിലെ ബൈസരൻ വാലിയിലേക്ക് എത്തിച്ചേർന്ന ഓരോ സഞ്ചാരികളും, ഓരോ ടൂറിസ്റ്റുകളും അവിടെ സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മലകളിൽ നിന്നായിട്ട് തീവ്രവാദികൾ ഇറങ്ങി വരുന്നത്. ഇവർ ധരിച്ചിട്ടുണ്ടായിരുന്നത് പട്ടാളക്കാരെ പോലുള്ള വസ്ത്രങ്ങളായിരുന്നു. അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ ഇവരെ കണ്ട ഉടനെ തന്നെ ജനങ്ങൾ, ടൂറിസ്റ്റുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നത് ഇവർ പട്ടാളക്കാർ തന്നെയാണ് എന്ന രീതിയിലാണ്. മാത്രമല്ല ഇവരുടെ കൈകളിലൊക്കെ തന്നെയും തോക്കുകൾ ഉണ്ടായിരുന്നു. അതും മിലിറ്ററി ഗ്രേഡിലുള്ള തോക്കുകളായിരുന്നു. AK-47 മറ്റുമൊക്കെ ആയിരുന്നു എന്നാണ് ദൃക്സാക്ഷികളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ തലയിലൊക്കെ തന്നെയും ഒരു ഹെൽമെറ്റ് ക്യാമറ കൂടെ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ നേരെ ജനങ്ങളുടെ ഇടയിലേക്ക്, ടൂറിസ്റ്റുകളുടെ ഇടയിലേക്ക് ഇറങ്ങി വരികയും ഓരോരുത്തരോടായിട്ട് പേര് ചോദിച്ച് അവരുടെ മതം മനസ്സിലാക്കി അവരെ വെടിവെച്ച് കൊല്ലുകയുമാണ് ഉണ്ടായത്. ഈ ഒരു സമയങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉള്ള സമയത്താണ് അവരുടെ കൂടെ ഉണ്ടായിരുന്ന പുരുഷന്മാരെ മനുഷ്യത്വരഹിതമായി അതിക്രൂരമായ രീതിയിൽ ഈ തീവ്രവാദികൾ തോക്കുപയോഗിച്ച് വെടിവെച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. മാത്രവുമല്ല ഇവരിൽ ചിലരോടൊക്കെ ആയിട്ട് ചില ഇസ്ലാമിക് ചാൻസ് ഉരുവിടാൻ വേണ്ടിയിട്ട് ഈ തീവ്രവാദികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെന്നും, അതുപോലെ ഇവരുടെ മതം കൺഫേം ചെയ്യുന്നതിന് വേണ്ടി ചില ആളുകളുടെയൊക്കെ ട്രൗസേഴ്സ് ഊരി നോക്കിയിട്ടുണ്ടായിരുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള ചില കാര്യങ്ങൾ കൂടെ പല ദൃക്സാക്ഷികളും വെളിപ്പെടുത്തുന്നുണ്ട്. ഏറെക്കുറെ 10 മിനിറ്റോളം ഈ ഒരു ഭീകരാന്തരീക്ഷം അവിടെ അരങ്ങേറുകയാണ്. ഇതിനിടയിൽ തന്നെ സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ എന്ന് പറയുന്ന ലോക്കലായിട്ടുള്ള ഒരു പോണിവാല, അതായത് ഈ കുതിരകളിൽ ആളുകളെ മുകളിലേക്ക് കൊണ്ടുവരുന്നൊരു വ്യക്തി, ഭീകരർ ടൂറിസ്റ്റുകൾക്ക് നേർക്ക് തോക്ക് ചൂണ്ടിയ അവസരത്തിൽ ആ ഭീകരർക്കെതിരായിട്ട് രംഗത്ത് വരുന്നുണ്ട്. അവരുമായിട്ടൊരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. തട്ടിമാറ്റാൻ വേണ്ടി തോക്ക് തട്ടിമാറ്റാനും പിടിച്ചെടുക്കാനും ഒക്കെ ആയിട്ട് അയാൾ ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ചില ടൂറിസ്റ്റുകൾക്ക് രക്ഷപ്പെടാൻ കൂടെ സാധിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും ഏറ്റവും ഒടുവിൽ 3 വെടിയുണ്ടകൾ ഏറ്റുവാങ്ങി സയ്യിദ് അലി ഹുസൈൻ ഷാ എന്ന മനുഷ്യൻ
കാശ്മീരി ആയിട്ടുള്ള അവിടുത്തെ ലോക്കലായിട്ടുള്ള പൂണിവാല ആയിട്ടുള്ള ആ മനുഷ്യൻ ധീരമായ രീതിയിൽ തന്നെ വെടിയേറ്റ് വീണ് മരണം വരികയാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ശുഭം ദ്വിവേദിയെ പോലുള്ള ആളുകളെ കൊല്ലുന്ന സമയത്ത് അയാളുടെ ഭാര്യ തൊട്ടടുത്തുണ്ടായിരുന്നു. ഭർത്താവിനെ കൊന്നതുപോലെ തന്നെയും കൊല്ലു എന്ന് ഭീകരരോടായിട്ട് സ്ത്രീ പറയുന്ന അവസരത്തിൽ അവരോടായിട്ട് ഈ തീവ്രവാദികൾ തിരിച്ചു പറയുന്ന കാര്യം, നിങ്ങളെ ഞങ്ങൾ കൊല്ലില്ല, നിങ്ങൾ ഈ കാര്യങ്ങൾ ചെന്ന് മോദിയോട് പറയൂ എന്നതായിരുന്നു. എന്തൊക്കെ തന്നെ ആയാലും ഏറെക്കുറെ 10 മിനിറ്റുകൾക്ക് ശേഷം ഈ ഭീകരർ ചുറ്റിലുമുള്ള മലനിരകളിലേക്ക്, ചുറ്റിലുമുള്ള പൈൻ കാടുകളിലേക്ക് ഓടി മറയുകയാണ്. രാജ്യത്ത് നടുക്കിയ വലിയൊരു ഭീകരാക്രമണം തന്നെ അവിടെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. വളരെ സാധാരണക്കാരായിട്ടുള്ള കാശ്മീരിൻ്റെ മനോഹാരിത ആസ്വദിക്കാൻ വേണ്ടി വന്നിട്ടുള്ള 26ഓളം ആളുകൾക്ക് മരണം സംഭവിക്കുകയാണ്. നിരവധി പേർക്ക് പരിക്കുകൾ സംഭവിക്കുകയാണ്. ഈ മരണപ്പെട്ട ആളുകളുടെ കണക്കിലെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നേപ്പാളിൽ നിന്ന് വന്ന ഒരു വ്യക്തിയുണ്ട്. അതുപോലെ തന്നെ ഒരു UAE പൗരൻ അല്ലെങ്കിൽ UAEയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി എന്ന രീതിയിൽ പറയപ്പെടുന്ന ഒരു വ്യക്തി ഉൾപ്പെടുന്നുണ്ട്. ലോക്കലായിട്ടുള്ള ഈ പറഞ്ഞ സയ്യിദ് ആദിൽ ഹുസൈൻ ഷായെ പോലുള്ള ഒരു വ്യക്തി അതിലുണ്ട്. അങ്ങനെ തുടങ്ങി 26 ആളുകൾക്കാണ് അതിക്രൂരമായ രീതിയിൽ ഈ ഭീകരരുടെ വെടിയുണ്ടകൾ ഏറ്റുവാങ്ങി മരണം വരിക്കേണ്ടി വന്നത്. ഇവിടെ ആരാണ് ഇത്തരമൊരു നീച പ്രവർത്തിക്ക് പുറകിൽ, എന്തായിരുന്നു അവരുടെ ഉദ്ദേശം എന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വിശദമായ നമ്മൾ പരിശോധനകളിലേക്ക് നീങ്ങുമ്പോൾ ഈ ഒരു വിഷയത്തിൻ്റെ, ഈ ഒരു ആക്രമണത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത് TRF എന്ന് പറയുന്ന നിരോധിത സംഘടനയാണ്, അല്ലെങ്കിൽ തീവ്രവാദ സംഘടനയാണ്. ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന ഈ ഒരു ഗ്രൂപ്പിനെ 2022 തന്നെ ഒരു തീവ്രവാദ ഗ്രൂപ്പാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇവരുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുന്ന അവസരത്തിൽ 2019 പുൽവാമ ഭീകരാക്രമണ സമയത്ത് പോലും സമാനമായിട്ടുള്ള മറ്റു പല അറ്റാക്കുകൾക്കും ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലഷ്കർ-എ തൊയ്ബയുമായിട്ട് ഇവർക്ക് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. ലഷ്കർ-എ തൊയ്ബയുടെ ഐഡിയോളജി തന്നെയാണ് ഇവരും പിൻപറ്റുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി ഈ കഴിഞ്ഞ നാളുകളിലായിട്ട് ഇന്ത്യൻ ആർമി വധിച്ച ഭീകരരുടെ കണക്കെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ആ കൂട്ടത്തിൽ 172 ആളെ വധിച്ചതിൽ 108 ആളുകളും TRFൻ്റെ പ്രവർത്തകരായിട്ടുള്ള, TRFൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളായിരുന്നു. അതുപോലെ തന്നെ കാശ്മീരിൽ നിന്നും മറ്റുമൊക്കെ ടെററിസത്തിലേക്ക് മൂവ് ചെയ്യുന്ന ആളുകളുടെ കണക്കെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ 100-ൽ അവിടെ 74 ആളുകളും നീങ്ങുന്നത് TRFിലേക്കാണ് എന്ന കാര്യം നമുക്ക് അവിടെയും വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് കാശ്മീരിലൊക്കെ തന്നെയും വലിയ തോതിൽ തന്നെ സജീവമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു തീവ്രവാദ ഗ്രൂപ്പാണോ ഈ TRF എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. എന്തിനു വേണ്ടി ഇവർ ഇത്തരം ഒരു പ്രവൃത്തി ചെയ്തു എന്ന കാര്യത്തെക്കുറിച്ച് നോക്കുമ്പോൾ ഈ ഒരു ആക്രമണ സമയത്ത് ഇവർ ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു. കാശ്മീർ ഞങ്ങളുടേതാണ്, നിങ്ങൾ ഇവിടെ നിന്നും പുറത്തു പോകണം. 2019 ശേഷം കാശ്മീരിൻ്റെ പ്രത്യേക പദവിയും മറ്റുമൊക്കെ എടുത്തു കളഞ്ഞതിന് ശേഷം ഏറെക്കുറെ 85,000-ഓളം വരുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകൾ കാശ്മീരിലേക്ക് കുടിയേറിയിട്ടുണ്ടായിരുന്നു. ഇത് കാശ്മീരിൻ്റെ ഡെമോഗ്രാഫിയെ തന്നെ മാറ്റിമറിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഇവർ ഇത്തരത്തിലുള്ള ഈ ഒരു ആക്രമണങ്ങളെല്ലാം തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നത്. സോ ഇവരുടെ മോട്ടീവ് എന്താണ്, പ്രാഥമികമായിട്ടുള്ള മോട്ടീവ് എന്താണെന്ന കാര്യത്തെക്കുറിച്ച് ഈ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ കൃത്യമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ ഈ ഒരു വാദത്തെ നമ്മൾ വിശദമായിട്ട് വിശകലനം ചെയ്യുകയാണെങ്കിൽ ഏറെക്കുറെ ഇതേ ഒരു വാദം തന്നെയാണ് പാകിസ്ഥാനും ഉയർത്തുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി എന്താണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാകിസ്ഥാൻ്റെ പങ്ക് എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതിനോടകം തന്നെ ഒരു കണ്ടോളൻസ് ഒക്കെ തന്നെയും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാകിസ്ഥാൻ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതിൽ യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല എന്നൊക്കെ തന്നെയും അവരുടെ നേതൃത്വം വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇൻഡെപ്തായിട്ട് പല കാര്യങ്ങൾ കൂടെ നമ്മൾ പരിശോധിച്ച് പോകുമ്പോൾ മറ്റ് ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ട്. മറ്റ് ചില സത്യങ്ങൾ നമുക്കിതിന് പുറകിൽ ഒളിഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് ഈ ഒരു TRFൻ്റെ നേതൃസ്ഥാനത്തുള്ളത് മാത്രമല്ല ഈ ഒരു ഭീകരാക്രമണത്തിൻ്റെ, ഈ ഒരു പെഹൽഗാമിൽ നടന്നിട്ടുള്ള ടൂറിസ്റ്റുകൾക്ക് നേർക്ക് നടന്നിട്ടുള്ള ഈ ഒരു ആക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരനായിട്ട് കണക്കാക്കപ്പെടുന്നത് TRFൻ്റെ തലപ്പത്തുള്ള, TRFൻ്റെ മെൻറ്റർ പോലുമായിട്ടുള്ള, ലഷ്കർ-എ തൊയ്ബയുമായിട്ടൊക്കെ വലിയ ബന്ധമുള്ള സെയ്ഫുല്ല ഖാലിദ് കസൂരി എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇയാളും പാകിസ്ഥാൻ ആർമിയൊക്കെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ശക്തമായൊരു ബന്ധം അവിടെ ഉണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായ രീതിയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ അടുത്തായിട്ട് പാകിസ്ഥാനിലെ പഞ്ചാബിൽ പാകിസ്ഥാൻ്റെ ആർമി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു പരിപാടിയിൽ അതിൻ്റെ ഒരു ചീഫ് ഗസ്റ്റായിട്ട് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത് ഈ സൈഫുല്ല കസൂരി എന്ന് പറയുന്ന വ്യക്തിയാണ്. അതും പാകിസ്ഥാൻ ആർമിയുടെ പ്രൊട്ടക്ഷനിൽ
എല്ലാവിധത്തിലുള്ള സന്നാഹങ്ങളോടും കൂടിയിട്ടുള്ള ഒരു വേദിയിൽ അയാൾ കയറി നിന്നുകൊണ്ട് പ്രസംഗിച്ചിട്ടുണ്ടായിരുന്ന വലിയ തോതിൽ വിവാദമായിട്ടുള്ള ഒരു കാര്യമാണ് 2026 ഫെബ്രുവരി 2 ആകുമ്പോഴേക്ക് കാശ്മീർ ഞങ്ങൾ പിടിച്ചെടുക്കും, പാകിസ്ഥാൻ്റെ ഭാഗമാക്കും എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഈ സൈഫുള്ള കസൂരി തന്നെയാണ് ഇത്തരത്തിൽ ഈ പെഹൽഗാമിലെ ആക്രമണത്തിൻ്റെ സൂത്രധാരൻ എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ്റെ ബന്ധം എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ പാകിസ്ഥാൻ അവിടെയുള്ള പങ്ക് എന്താണെന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും പുതിയ വാർത്തകൾ വരുന്ന അവസരത്തിൽ അയാളുടെ ഭാഗത്തുനിന്ന് അയാളുടെ ഒരു ന്യായീകരണം അവിടെ നടക്കുന്നുണ്ട്. ഇന്ത്യ ഈസ് ഡൂയിങ് എ ഡ്രാമ, ദേ ഡിഡ് ദിസ് ദംസെൽഫ് എന്ന് തുടങ്ങിയിട്ടുള്ള രീതിയിൽ തനിക്ക് യാതൊരുവിധ ഇൻവോൾവ്മെൻറ്റും ഇല്ല എന്ന രീതിയിലൊക്കെയാണ് അയാൾ പറഞ്ഞതായിട്ട് ഏറ്റവും പുതിയ വാർത്തകളിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. മാത്രമല്ല ഇതുപോലെ സമാനമായിട്ടുള്ള അറ്റാക്കുകൾ മുമ്പ് നടന്നിട്ടുണ്ടോ, ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് നേർക്ക് ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ അതിൻ്റെ സാഹചര്യം പരിശോധിച്ച് നോക്കുമ്പോൾ ഇത്തരം ഒരു കാര്യം 2000-ൽ അരങ്ങേറിയിട്ടുണ്ട്. അതായത് ആ ഒരു സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇതുപോലൊരു അറ്റാക്ക് സിഖുകാർക്ക് നേർക്ക് നടന്നിട്ടുണ്ട്. അന്ന് 35 വരുന്ന ആളുകൾ സിഖ് മതവിശ്വാസികൾ അതിൽപ്പെട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇവിടുത്തെ സാഹചര്യം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിലുള്ള സമയത്താണ് ഇത്തരം ഒരു ഭീകരാക്രമണം കാശ്മീരിൽ അരങ്ങേറിയിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു സുപ്രധാനമായിട്ടുള്ള കാര്യമാണ് 40 വർഷത്തിന് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സൗദി അറേബ്യയിലെ ജിദ്ദയിൽ എത്തിച്ചേർന്നു എന്ന് പറയുന്ന കാര്യം. അതായത് ഈ ഒരു അറ്റാക്ക് സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി സൗദി അറേബ്യയിലാണ് ഉണ്ടായിരുന്നത്. ഒരു നല്ല രീതിയിലുള്ള ഒരു നയതന്ത്ര ബന്ധം ഇരു രാജ്യങ്ങളും മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന, അതുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത ചർച്ചകളൊക്കെ നടക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് ഇത്തരം ഒരു ഭീകരാക്രമണം യഥാർത്ഥത്തിൽ കാശ്മീരിൽ സംഭവിച്ചിട്ടുള്ളത്. മാത്രവുമല്ല മറ്റൊരു കാര്യം കൂടെ ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ട്. നമുക്കറിയാം അമേരിക്കയും അതുപോലെ തന്നെ ചൈനയും ഒരു വലിയ ഒരു ട്രേഡ് വാറിലാണെന്ന കാര്യത്തെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ മുമ്പൊക്കെ വീഡിയോയിൽ ആ കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അമേരിക്കയൊക്കെ സംബന്ധിച്ചിടത്തോളം ചൈന ഇല്ലെങ്കിൽ പിന്നെ ആര്, ഒരു ബദൽ സൊല്യൂഷൻ ആര് എന്ന് ചിന്തിക്കുമ്പോൾ അവിടെയൊക്കെ തന്നെയും ഒന്നാമതായിട്ട് കാണാൻ സാധിക്കുന്നത് ഇന്ത്യയെ തന്നെയാണ്. പക്ഷേ ഇന്ത്യയിൽ ഇത്തരം ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് ഓരോ ആളുകളുടെയും പേര് ചോദിച്ച് മതം ചോദിച്ച ആളുകളെ കൊന്നു തള്ളുമ്പോൾ, സ്ത്രീകളെയും കുട്ടികളെയും അവശേഷിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഈ കാര്യം മോദിയോട് പറയൂ എന്ന് പോലും വലിയ തോതിൽ ഡയലോഗ് അടിച്ച് വലിയൊരു ഭീകരാക്രമണം തന്നെ അരങ്ങേറുമ്പോൾ, ഒരു പക്ഷേ ഇതൊരു വലിയ കമ്മ്യൂണൽ വയലൻസിലേക്ക്, രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള വിദ്വേഷത്തിലേക്കും വലിയ പ്രശ്നങ്ങളിലേക്കും ഒക്കെ നീങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു കാര്യമായിട്ട് തീർച്ചയായിട്ടും അത് മാറി വരുന്നതായിരിക്കും. ഈ പുറം രാജ്യങ്ങളൊക്കെ തന്നെയും ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്ന രീതിയിൽ, പ്രത്യേകിച്ച് അമേരിക്കയൊക്കെ തന്നെ ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്ന രീതിയിൽ ഇന്ത്യ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു സംഭവം യഥാർത്ഥത്തിൽ അരങ്ങേറി കഴിഞ്ഞാൽ അതിന് നമ്മൾ വലിയ വില തന്നെ നൽകേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പം കൃത്യമായ രീതിയിൽ ഒരു അറ്റാക്ക് സംഭവിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ള വ്യത്യസ്ത കാര്യങ്ങൾ ഉള്ളതായിട്ട് വ്യക്തമായ പരിശോധന നടത്തുമ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ സിമ്പിളായിട്ട് ഈ ഒരു കാര്യം കൊണ്ട് സംഭവിച്ച ഏറ്റവും വലിയ പ്രശ്നങ്ങൾ കാശ്മീരിന് തന്നെയാണ്. ഒരുപാടധികം ആളുകളാണ് ഈ കഴിഞ്ഞ നാളുകളിലായിട്ടൊക്കെ തന്നെ കാശ്മീരിലേക്ക് വിനോദയാത്രകൾ നടത്തിയിട്ടുണ്ടായിരുന്നത്, ടൂറിസ്റ്റുകളായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. ഇവൻ ഞാൻ പോലും കഴിഞ്ഞ വർഷം കാശ്മീരിൽ ഒരു യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു. കാശ്മീരിൻ്റെ മനോഹാരിത ആസ്വദിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള ഭീകരാക്രമണം അവിടുത്തെ സഞ്ചാരികൾക്ക് നേർക്ക്, ടൂറിസ്റ്റുകൾക്ക് നേർക്ക് നടക്കുന്നു എന്ന് പറയുമ്പോൾ പിന്നീട് ആരും കാശ്മീരിലേക്ക് പോകാൻ മടിക്കും. ഇത് കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വേഴ്സ് സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിക്കുന്നതായിരിക്കും. നിലവിൽ കാശ്മീരിൻ്റെ എക്കോണമിക്ക് വലിയ തോതിലുള്ളൊരു സംഭാവന തന്നെ ടൂറിസത്തിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട്. ഇതിനൊക്കെ തന്നെയും ഏറ്റവും വലിയൊരു കനത്ത പ്രഹരം തന്നെയാണ് ഈ ഒരു ഭീകരാക്രമണം എന്ന് തീർച്ചയായിട്ടും നമുക്കവിടെ നോക്കി കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പെഹൽഗാമിലെ ബൈസരൻ വാലിയിലേക്ക് യാത്രകൾ, പോണിയുമായിട്ട് യാത്രകൾ നടത്തുന്ന ആളുകൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു പ്രദേശത്തേക്ക് വരുന്ന ടൂറിസ്റ്റുകളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന അനവധിയായിട്ടുള്ള മനുഷ്യർ കാശ്മീരിലുണ്ട്. ഇവർക്കൊക്കെ തന്നെയും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ തന്നെ ഈ ഒരു ഭീകരാക്രമണം കാരണം നേരിടേണ്ടതായിട്ട് വരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇനി സുപ്രധാനമായ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സംസാരിച്ചിരിക്കേണ്ട മറ്റൊരു വിഷയം, പല ആളുകളും ഇപ്പോൾ രണ്ട് രീതിയിലുള്ള പ്രതികരണവുമായിട്ട് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ തകൃതിയായി തന്നെ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഭീകരവാദത്തിന് മതമില്ല എന്ന് പറയുന്ന ആളുകളും ഭീകരവാദത്തിന് മതമുണ്ട് എന്ന് പറയുന്ന ആളുകളും. അതിന് ഒരു പടി മുകളിൽ വിശദമായിട്ട് നമ്മൾ നോക്കുന്ന അവസരത്തിൽ നമുക്ക് അവിടെയും രണ്ട് വിഭാഗം ആളുകളെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു തീവ്രവാദ ആക്രമണത്തെ, നമ്മുടെ സഹോദരങ്ങൾ അതിക്രൂരമായ രീതിയിൽ തന്നെ കൊല ചെയ്തതിനെ
ന്യായീകരിക്കുന്ന, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും, അതുപോലെ തന്നെ ഈ ആളുകളൊക്കെ തന്നെയും കൊല ചെയ്യുമ്പോൾ അവരോടൊക്കെ തന്നെയും പേര് ചോദിച്ച് മതം ചോദിച്ചാണ് ഒരു അറ്റാക്ക് അവിടെ നടന്നിട്ടുള്ളത് എന്നൊരു കാര്യം കൊണ്ട് ആ മതത്തിലുള്ള ആളുകളുടെ മുഴുവൻ ഉള്ളിലും ഇത്തരത്തിലുള്ള വിദ്വേഷങ്ങളുണ്ട്, അവരുടെ ഐഡിയോളജികൾ തന്നെ ശരിയല്ല, ഇവരൊക്കെ തന്നെയും പ്രശ്നക്കാരാണ് എന്ന ചിന്തകളുമായി വെച്ച് വ്യത്യസ്ത രീതിയിലുള്ള പ്രവൃത്തികളുമായിട്ട് മുന്നിട്ടിറങ്ങുന്ന ആളുകൾ. ഈ രണ്ട് വിഭാഗത്തെയും നമുക്കിന്ന് സമൂഹത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനിടയിൽ മറ്റൊരു വിഭാഗം കൂടെയുണ്ട്, പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്ന് പറയുന്ന ആളുകൾ. അതായത് രാഷ്ട്രീയ മുതലെടുപ്പുകൾക്ക് വേണ്ടി പോലും ഈ ഒരു തീവ്രവാദ ആക്രമണത്തെ ഉപയോഗിക്കുന്ന ആളുകളെയും നമുക്ക് ഇതിനിടയിൽ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്ന അവസരത്തിൽ വ്യക്തമായ രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. നെറികേടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, തന്തയില്ലായ്മയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്രിട്ടീഷുകാർ പാകിയിട്ട് പോയിട്ടുള്ള ഭിന്നിപ്പിൻ്റെ വിത്തുകളെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറയുന്ന ആ ഒരു തന്ത്രത്തെ ഉപയോഗപ്പെടുത്തിയിട്ട് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ജനങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് സ്വന്തം നേട്ടങ്ങൾ കൊയ്തെടുക്കുക എന്നൊരു പ്രവൃത്തിക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യമായ രീതിയിൽ ഈ ആളുകളെ തിരിച്ചറിയുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി തീവ്രവാദത്തിന് മതമുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ വിശദമായിട്ടൊന്ന് ചർച്ച ചെയ്യാം. ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിളിച്ചുകൊണ്ട് ആളുകളെ കൊല ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ ജയ് ശ്രീരാം വിളിച്ചുകൊണ്ട് പശുമാംസം ഭക്ഷിച്ചു എന്ന പേരിലൊക്കെ ആളുകളെ തല്ലിക്കൊല്ലുന്ന ആളുകൾ, അതുപോലെ ഇനിയിപ്പോൾ ബാക്കിയുള്ള മതങ്ങളിൽപ്പെട്ട തീവ്ര ചിന്താഗതിയുള്ള ആളുകൾ, ഇവരെല്ലാവരെയും എടുത്തു നോക്കുമ്പോൾ ഇവർക്കൊക്കെ തന്നെയും വ്യത്യസ്ത രീതിയിലുള്ള മതങ്ങൾ നമുക്കുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അതിന് ഒരു പടി മുകളിലായിട്ട് ഇവരുടെ എല്ലാം തന്നെ ഉള്ളിലുള്ള ഒരേ ഒരു കാര്യം തീവ്രതയാണ്. മതത്തിന് ഒരുപടി മുകളിലായിട്ട് ആ മതത്തിലുള്ള പല കാര്യങ്ങളെയും വെച്ചുകൊണ്ട് പല ആളുകളും ഇവരുടെ മനസ്സിലേക്ക് തീവ്ര ചിന്തകൾ കുത്തി നിറക്കുന്നതോട് കൂടിയിട്ടാണ് ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും ജൈനനാണെങ്കിലും പാസി ആണെങ്കിലും ഒക്കെ തന്നെയും തീവ്രവാദികളായിട്ട് മാറുന്നത്. വിശ്വാസി അല്ലെങ്കിൽ മനുഷ്യൻ വിശ്വാസി, അവിടെ നിന്നും ഇത്തരം ചിന്താഗതികൾ കടന്നു വരുന്നതോടുകൂടെ അയാൾ തീവ്രവാദിയായിട്ട് മാറുന്നു. അതല്ലാണ്ട് പൂർണ്ണമായിട്ടും മതത്തെ അല്ലെങ്കിൽ ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ പൂർണ്ണമായിട്ടും ഇങ്ങനെയാണ് എന്നൊന്നും ഒരിക്കലും നമുക്കവിടെ പറയാൻ സാധിക്കുന്നില്ല. ഇത്തരം ചിന്തകൾ പലരും ആളുകളുടെ മനസ്സിൽ കുത്തി നിറക്കുന്നതോട് കൂടിയിട്ട് തന്നെയാണ് ഇത്തരം പ്രവൃത്തികളിലേക്ക്, തീവ്രവാദ പ്രവൃത്തികളിലേക്ക് മനുഷ്യർ എത്തിച്ചേരുന്നത്. മുമ്പ് പരാമർശിച്ചതുപോലെ ഇന്ത്യക്കെതിരെ ഏറ്റ വലിയൊരു പ്രഹരമാണിത്. നമ്മുടെ സഹോദരങ്ങളാണ് തീവ്രവാദികളുടെ വെടിയുണ്ടകൾ ഏറ്റുകൊണ്ട് പിടഞ്ഞു വീണും മരണപ്പെട്ടിരിക്കുന്നത്. ഇവിടെ പരസ്പരം പലതും പറഞ്ഞ് ചേരി തിരിഞ്ഞ് നിൽക്കേണ്ട ഒരു സാഹചര്യമല്ല ഉള്ളത്. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഇത്തരം പ്രശ്നങ്ങൾക്കെതിരെ രംഗത്ത് വരികയും അതിനെതിരെ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യേണ്ട ഒരു അവസരമാണിത്. അവിടെ ഇത്തരം രാഷ്ട്രീയ മുതലെടുപ്പുകൾ നടത്തുന്ന ആളുകളുടെ ചതികളിൽ നിങ്ങൾ ചെന്ന് വീഴാതിരിക്കുക, അവർക്ക് നിങ്ങൾ ചെവി കൊടുക്കാതിരിക്കുക, കൃത്യമായിട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോസോടെ വൈൻഡപ്പിയാണ്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യക്തമായൊരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചാണെന്ന് വിചാരിക്കുന്നു. പുതിയ പുതിയ വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വരുന്ന അവസരത്തിൽ നമ്മൾ കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ തന്നെയും ചെയ്യുന്നതായിരിക്കും. ശക്തമായ രീതിയിൽ പാകിസ്ഥാനോടുള്ള ഒരു നയതന്ത്ര യുദ്ധത്തിലേക്കൊക്കെ തന്നെയും ഇതിനോടകം തന്നെ ഇന്ത്യ നീങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. വ്യത്യസ്ത കരാറുകളിൽ നിന്നൊക്കെ തന്നെയും ഇന്ത്യ പിൻവാങ്ങിയിട്ടുണ്ട്, ചിലത് മരവിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിർത്തികളിലൊക്കെ തന്നെയും ഒരു യുദ്ധസമാനമായിട്ടുള്ള അന്തരീക്ഷത്തിലേക്ക് പതിയെ കാര്യങ്ങൾ നീങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു അറ്റാക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭീകരരുടെ രേഖാചിത്രങ്ങളൊക്കെ തന്നെയും നമ്മൾ ഇതിനോടകം തന്നെ പുറത്തുവിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇവരെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്ന ആളുകൾക്ക് 20 ലക്ഷം രൂപ വരെ ഇനാം നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ പ്രതിപക്ഷ പാർട്ടികളും അതുപോലെ തന്നെ ചില നിരീക്ഷകരും ഒക്കെ ഉയർത്തുന്ന വലിയൊരു ചോദ്യമുണ്ട്. ഏറെക്കുറെ 2.5 ലക്ഷത്തോളം വരുന്ന സൈനികരെ നമ്മൾ ജമ്മു കാശ്മീരിൽ വിന്യസിച്ചിട്ടുണ്ട്. അതിർത്തിയിലും അതുപോലെ തന്നെ ടൗണുകളിലും മറ്റുമൊക്കെ നമ്മളവിടെ ചെല്ലുന്ന സമയത്ത് സൈനികരെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നിട്ടുകൂടെ അതിർത്തിയിൽ നിന്ന് ഏറെക്കുറെ 200-250 കിലോമീറ്ററുകൾ മാറിയിട്ടുള്ള പെഹൽഗാമിലെ ഈ ഒരു വാലിയിലേക്ക് എങ്ങനെയാണ് ഈ ഒരു ഭീകരർ എത്തിച്ചേർന്നത്? എങ്ങനെയാണ് ഇവർക്ക് മിലിറ്ററി ഗ്രേഡിലുള്ള വെപ്പൺസ് ലഭിച്ചത്? ഇത്തരത്തിലുള്ള ഒരുപാടധികം ചോദ്യങ്ങൾ, ഒരു വലിയ സുരക്ഷാ വീഴ്ച അവിടെ സംഭവിച്ചോ എന്ന് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ കൂടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നതായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും ഇന്ത്യക്കെതിരെ ഏറ്റ ഒരു പ്രഹരം, അതിന് ശക്തമായ രീതിയിലുള്ള ഒരു തിരിച്ചടി നമ്മൾ നൽകുക തന്നെ ചെയ്യും. എത്രയും പെട്ടെന്ന് തന്നെ അത് യാഥാർത്ഥ്യം ആകട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ഭീകരാക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അവരുടെ കുടുംബാംഗങ്ങൾക്ക് ആശ്വാസം ലഭിക്കട്ടെ, സമാധാനം ലഭിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. അപ്പോൾ ഇതിൽ നല്ല ഒരുപാട് വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ബൈ.